ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ശ്രീലങ്കൻ വിഭവം ഉണ്ടാക്കാം. ശ്രീലങ്കൻ സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മത്തങ്ങ കറിയാണ്. ഈസി റെസിപ്പിയാണ്, പക്ഷേ ഒരു വെറൈറ്റി രുചിയാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് 250 ഗ്രാം മത്തങ്ങ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. കാരണം നമ്മൾ കുക്കറിലൊന്നുമല്ല വേവിക്കുന്നത്, ചട്ടിയിൽ ചേർത്താണ് വേവിക്കുന്നത്. അതിലേക്ക് നമുക്ക് 100 ഗ്രാം ചുവന്നുള്ളിയും 15 അല്ലി വെളുത്തുള്ളിയും 5 പച്ചമുളകും 1 ടീസ്പൂൺ ഉലുവയും 1 കഷ്ണം പട്ടയും 2 ഗ്രാമ്പുവും ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു രമ്പയില, പിന്നെ കുറച്ച് കറിവേപ്പില, മുളക് പൊടി മല്ലിപ്പൊടി ഓരോ ടേബിൾ സ്പൂണും, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും, ഉപ്പ് 1 ടീസ്പൂണും, പിന്നെ ഇത് ശ്രീലങ്കൻ മസാലപ്പൊടിയാണ്, ഇല്ലാത്തവർ ഗരം മസാല ചേർക്കുക 1 ടീസ്പൂൺ. പിന്നെ തേങ്ങയുടെ 2-ാം പാൽ, ഒരു പകുതി മുറി എടുത്തിട്ടുള്ളൂ. അതിലത്തെ 2-ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് മത്തങ്ങ വേവാൻ ആവശ്യമായിട്ട് മത്തങ്ങ മുങ്ങിക്കിടക്കുന്ന പോലെ വേണം. തേങ്ങാപ്പാൽ മാത്രം മതി, വെള്ളം ഒഴിക്കണ്ട. എന്നിട്ട് നമ്മൾക്ക് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കുക. കുറഞ്ഞ തീയിൽ അത് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ നമുക്ക് തെമ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തെമ്പാൽ നമ്മൾ ഏകദേശം ഒരു 1/4 കപ്പ് തെമ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് അധികം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മത്തങ്ങ നന്നായി വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ തെമ്പാൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി താളിപ്പാണ്. അവരെന്ന് പറഞ്ഞാലും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണയുടെ ഫ്ലേവറിലെ മാറ്റമൊന്നുമില്ല, ഈ മസാലയുടെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീലങ്കൻ മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തത്, പക്ഷെ നിങ്ങൾ ഗരം മസാലപ്പൊടി ചേർത്താൽ മതി. പിന്നെ താളിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിൽ താളിക്കും. കടുകും മുളകും കറിവേപ്പിലയും മാത്രം ചേർത്ത് താളിക്കും, അല്ലെങ്കിൽ കടുകും മുളകും കറിവേപ്പിലയും ചേർത്തിട്ട് കുറച്ച് ചുവന്നുള്ളി കൂടി ചേർത്ത് മൂപ്പിച്ച് ചേർക്കും. ഞാൻ ഇപ്പോൾ ചുവന്നുള്ളി ചേർത്തിട്ടില്ല. അങ്ങനെ 2 തരത്തിൽ ഈ കറി നമ്മൾ താളിച്ചൊഴിക്കാറുണ്ട്. നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.